തിരുപ്പിറവിക്കായുള്ള കാത്തിരിപ്പ് 6-ാം ദിനം. ബത്ലഹേമിലെ ആ കാലിത്തൊഴുത്തിൽ തണുപ്പുള്ള ആ രാത്രിയിൽ ഉണ്ണിയേശു വന്നു പിറന്നപ്പോൾ ആദ്യമായി അവിടുത്തെ കാണുവാനുള്ള ഭാഗ്യം ലഭിച്ചത് ആട്ടിടയന്മാർക്കും ജ്ഞാനികൾക്കുമായിരുന്നു. എന്നാൽ അവരെപ്പോലെ തന്നെ ക്രിസ്തുവിനെ കാണുവാനുള്ള അവസരം ഹെറോദസിനും ഉണ്ടായിരുന്നു. എന്നാൽ ഹെറോദസിന് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. കാരണം അഹങ്കാരത്തിൻ്റെയും അധികാരത്തിൻ്റെയും സ്വാർത്ഥതയുടെയും മണിമാളികയിലായിരുന്ന ഇസ്രായേലിൻ്റെ പ്രതിനിധിയായിരുന്ന ഹെറോദസിന് രക്ഷകനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. മറ്റുള്ളവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ സന്തോഷിക്കുവാനും സാധിച്ചില്ല. ഇന്ന് നാം അധികാരത്തിനും പദവിക്കും വേണ്ടി നെട്ടോട്ടം ഓടുമ്പോഴും സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ട് എല്ലാം വെട്ടിപ്പിടിക്കുവാൻ ശ്രമിക്കുമ്പോഴും നാമും രക്ഷകനെ തിരിച്ചറിയാതെ പോവുകയാണ്. നാമും മറ്റൊരു ഹെറോദസായി മാറുകയാണ്. ഈ ലോകത്തിൽ നാം എന്തിനെ ആശ്രയിച്ചാലും അതൊന്നും ശാശ്വതമാവുകയില്ല. ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ ഈശോയെ കാണുവാനും മറ്റുള്ളവർക്ക് ഈശോയെ പകർന്നു കൊടുക്കുവാനും മറ്റുള്ളവർക്ക് പ്രകാശമായി തീരുവാനും നമുക്കൊക്കെ സാധിക്കുകയുള്ളൂ. ഉണ്ണീശോയെ, അങ്ങ് ഒത്തിരി അലഞ്ഞിട്ട് അവസാനം ആശ്രയമായി കിട്ടിയ ആ ആരെ പോലും ദൈവത്തന്നായ നിനക്ക് പോലും ഉപേക്ഷിക്കേണ്ടി വന്നല്ലോ. ഈ ലോകത്തിൽ എന്തിനെ ആശ്രയിച്ചാലും അതൊന്നും ശാശ്വതമാവുകയില്ല എന്ന് ഈ ക്രിസ്മസ് നാളിൽ എന്നെയും പഠിപ്പിക്കണമേ. ആമേൻ.